ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 28-ാമത്തെ അധ്യായം. അതിൽ 44-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ശ്ലോകങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥാഷ്ടാവിംശോऽധ്യായः. നാരദ ഉവാച സൈനികാ ഭയനാംനോ യേ ബർഹിഷ്മന്ദിഷ്ടകാരിണഃ പ്രജ്വാരകാലകന്യാഭ്യാം വിചേരുരവനീമിമാം സ ഏകദാ തുരഭസാ പുരഞ്ജനപുരീം നൃപ രുരുധുർഭൗമഭൗഗാഢ്യാം ജരൽപന്നഗപാലിതാം കാലകന്യാപി ബുഭുജേ പുരഞ്ജനപുരം ബലാത് യയാഭിഭൂതപുരുഷഃ സദ്യോ നിസ്സാരതാമിയാത് തയോപഭുജ്യമാനാം വൈ യവനാഃ സർവതോ ദിശം ദ്വാർഭിപ്രവിശ്യ സുദൃഢം പ്രാർത്ഥയൻ സകലാം പുരീം തസ്യാം പ്രപീഡ്യമാനായാം അഭിമാനീ പുരഞ്ജനഃ അവാപോരുവിധാം സ്ഥാപാൻ കുടുംബീ മമതാകുലഃ കന്യോപഗൂഢോ നഷ്ടശ്രീ കൃപണോ വിഷയാത്മകഃ നഷ്ടപ്രജ്ഞോ ഹൃദൈശ്വര്യോ ഗന്ധർവയവനൈർബലാത് വിശീർണാം സ്വപുരീം വീക്ഷ്യ പ്രതികൂലാനനാദൃതാൻ പുത്രാൻ പൗത്രാനുഗാമാത്യാൻ ജായാം ച ഗതസൗഹൃദാം ആത്മാനം കന്യയാഗ്രസ്തം പഞ്ചാലാനരിദൂഷിതാൻ ദുരന്തചിന്താമാപന്നോ ന ലേഭേ തത്പ്രതിക്രിയാം കാമാനഭിലഷണ്ടീനോ യാതയാമാംശ്ച കന്യയാ വിഗതാത്മഗതിസ്നേഹഃ പുത്രധാരാംശ്ച ലാളയൻ ഗന്ധർവയവനാക്രാന്താം കാലകന്യോപമർദിതാം ഹാതും പ്രചക്രമേ രാജാ താം പുരീമനികാമതഃ ഭയനാംനോഗ്രജോ ഭ്രാതാ പ്രജ്വാരപ്രത്യുപസ്ഥിതഃ ദദാഹ താം പുരീം കൃത്സ്നാം ഭ്രാതുഃ പ്രിയചികീർഷയാ തസ്യാം സന്ദഹ്യമാനായാം സപൗരഃ സപരിച്ഛദഃ കൗടുംബികകുടുംബിന്യാ ഉപാതപ്യത സാന്വയഃ യവനോപരുദ്ധായതനോ ഗ്രസ്തായാം കാലകന്യയാ പുര്യാം പ്രജ്വാരസംഹൃഷ്ടഃ പുരപാലോന്വതപ്യത ന ശേകേസോവിദം തത്ര പുരകൃച്ഛ്രോരുവേപഥു ഗന്ധുമൈച്ഛത്തതോ വൃക്ഷകോടരാദിവസാനലാത് ശിഥിലാവയവോയർഹി ഗന്ധർവൈഹൃതപൗരുഷഃ യവനൈരരിഭീരാജന്നുപരുദ്ധോ രുരോദഃ ദുഹിതൃഃ പുത്രപൗത്രാംശ്ച ജാമിജാമാതൃപാർഷദാൻ സ്വത്വാവശിഷ്ടം യത്കിഞ്ചിൽ ഗൃഹകോശപരിച്ഛദം അഹം മമേതി സ്വീകൃത്യ ഗൃഹേഷു കുമതിർഗൃഹീ ദധ്യൗ പ്രമദയാദീനോ വിപ്രയോഗ ഉപസ്ഥിതേ ലോകാന്തരം ഗതവതി മയ്യനാഥാ കുടുംബിനി വർത്തിഷ്യത്തെ കഥം ത്വേഷാ ബാലകാനനുശോചതി ന മയ്യനാശിതേ ഭുങ്ക്തേ നാസ്നാതേ സ്നാതി മത്പരാ മയിരുഷ്ടേ സുസന്ത്രസ്ത ഭത്സിതേ യത വാഗ്ഭയാത് പ്രബോധയതി മാ വിജ്ഞം വ്യുഷിതേ ശോകകർഷിത വത്മൈതദ്ഗൃഹമേധീയം വീരസൂരപി നേഷ്യതി കഥന്നു ദാരകാദീനാ ദാരകീർവാപരായണാ വർത്തിഷ്യന്തേ മയി ഗതേ ഭിന്നനാവ ഇവോദധൗ ഏവം കൃപണയാ ബുദ്ധ്യാ ശോചന്തമതദർഹണം ഗൃഹീതും കൃതധീരേനം ഭയനാമാഭ്യപദ്യത പശുവദ് യവനൈരേഷ നീയമാനസ്വയം ക്ഷയം അന്വദ്രവൻ അനുപഥാ ശോചന്തോ ഭൃശമാതുരാः പുരീം വിഹായോപഗത ഉപരുദ്ധോ ഭുജംഗമഃ യദാ തമേവാനുപുരീ വിശീർണാ പ്രകൃതിം ഗതാ വികൃഷ്യമാണപ്രസഭം യവനേന ബലീയസാ നാവിന്ദത് തമസാവിഷ്ടഃ സഖായം സുഹൃദം പുരഃ തം യജ്ഞപശവോനേന സംജ്ഞപ്താ യേ ദയാലുനാ കുഠാരൈശ്ഛിദ്ധിദു ക്രുദ്ധാ സ്മരന്തോമീവമസ്യ തത് അനന്തപാരേ തമസി മഗ്നോ നഷ്ടസ്മൃതിഃ സമാ ശാശ്വതീരനുഭൂയാർത്തിം
പ്രമദാ സംഗദൂഷിതഃ താമേവ മനസാ ഗൃഹ്ണൻ ബഭൂവ പ്രമദോത്തമ അനന്തരം വിദർഭസ്യ രാജസിംഹസ്യ വൈശ്മനി ഉപയേമേ വീര്യപണാം വൈദർഭിം മലയധ്വജഃ യുധി നിർജിത്യ രാജന്യാൻ പാണ്ഡ്യഃ പരപുരഞ്ജയഃ തസ്യാം സ ജനയാഞ്ചക്ര ആത്മജാമസിതേക്ഷണാം യവീയസഃ സപ്തസുതാൻ സപ്തദ്രവിഡഭൂഭൃതഃ ഏകൈകസ്യാഭവത്തേഷാം രാജന്നർബുദമർബുദം ഭോക്ഷ്യതേ യദ്വംശധരേ മഹീമന്വന്തരം പരം അഗസ്ത്യപ്രാഗ്ദുഹിതരം ഉപയേമേ ധൃതവ്രതാം യസ്യാം ദൃഢച്യുതോ ജാത ഇത്മവാഹാത്മജോ മുനി വിഭജ്യതനയേഭ്യക്ഷ്മാം രാജശ്രീർമലയധ്വജഃ ആരിരാധയിഷു കൃഷ്ണം സ ജഗാമകുലാചലം ഹിത്വാ ഗൃഹാൻ സുതാൻ ഭോഗാൻ വൈദർഭീമതിരേക്ഷണ അന്വധാവത പാണ്ഡ്യേശം ജ്യോത്സ്നേവ രജനീകരം തത്ര ചന്ദ്രവസാ നാമ താമ്രവർണീ വടോദഗ തൽപുണ്യസലിലൈർനിത്യമുഭയത്രാത്മനോ മൃജൻ കന്ദാഷ്ടിഭിർമൂലഫലൈः പുഷ്പവർണൈസ്തൃണോദകൈः വർത്തമാനശനൈർഗാത്രകർശനം തപ ആസ്ഥിതഃ ശീതോഷ്ണവാദവർഷാണി ക്ഷുത്പിപാസേ പ്രിയാ പ്രിയേ സുഖദുഃഖ ഇതി ദ്വന്ദ്വാന്യജയൽ സമദർശനഃ തപസാ വിദ്യയാ പക്വകഷായോ നിയമൈർയമൈഃ യുയുജേ ബ്രഹ്മണ്യാത്മാനം വിജിതാക്ഷാനിലാശയഃ ആസ്തേ സ്ഥാണുരിവൈകത്ര ദിവ്യം വർഷശതം സ്ഥിരഃ വാസുദേവേ ഭഗവതി നാന്യത് വേദോദ്വഹൻ രതിം സ വ്യാപകതയാത്മാനം വ്യതിരിക്തതയാത്മനി വിദ്വാൻ സ്വപ്നൈവാമർശസാക്ഷിണം വിരരാമഃ സാക്ഷാത് ഭഗവതോക്തേന ഗുരുണാ ഹരിണാ നൃപ വിശുദ്ധജ്ഞാനദീപേന സ്ഫുരതാ വിശ്വതോ മുഖം പരേ ബ്രഹ്മണി ചാത്മാനാം പരം ബ്രഹ്മ തഥാത്മനി വീക്ഷമാണോ വിഹായേക്ഷാമസ്മാത് ഉപരരാമഃ പതിം പരമധർമ്മജ്ഞം വൈദർഭീമലയധ്വജം പ്രേംണാ പര്യചരദ്ധിത്വാ ഭോഗാൻ സാ പതിദേവത ചീരവാസാ വ്രതക്ഷാമ വേണീഭൂതശിരോരുഹ ബഭാവുപപതിം ശാന്ത ശിഖാ ശാന്തമിവാനലം അജാനതി. അടുത്ത ശ്ലോകമാണ് എടുക്കാനുള്ളത്. അജാനതി പ്രിയതമം യദോപരതം മംഗന സുസ്ഥിരാസനമാസാദ്യ യഥാപൂർവമുപാചരൽ. അജാനതി പ്രിയതമം യദോപരതമംഗന സുസ്ഥിരാസനമാസാദ്യ യഥാപൂർവമുപാചരൽ. അങ്ങനെ യാതൊരു ഈ അവസ്ഥയിൽ ആ ഭർത്താവിനെ വിരമിച്ചവനെന്ന് അറിയാത്ത, ഭർത്താവ് പോവുകയാണെന്ന് അറിയാത്ത ആ സ്ത്രീ ആ സ്ഥിരമായ ആസനത്തിൽ ഇരിക്കുന്നവനായിരിക്കണ ആ ഭർത്താവിനെ കരുതിയിട്ട് ആ മുമ്പെന്ന വിധം ഉപചരിച്ചു. തൻ്റെ പ്രിയതമൻ മരിച്ചു എന്നതറിയാതെ അദ്ദേഹത്തിൻ്റെ ജീവൻ പോയിരിക്കുന്നു. അപ്പോൾ അജാനതി പ്രിയതമം, യാതൊരു ഈ അവസ്ഥയിൽ മരിച്ച അവസ്ഥയിൽ പ്രിയതമം ആ ഭർത്താവിനെ വിരമിച്ചു എന്ന്, ഭർത്താവ് മരിച്ചു എന്ന് അറിയാത്ത പ്രിയതമം യദോപരതമംഗന സുസ്ഥിരാസനമാസാദ്യ യഥാപൂർവം ഉപാചരൽ. ആ സ്ത്രീ ആ സ്ഥിരമായിരിക്കുന്ന ആസനത്തിൽ ഇരിക്കുന്നവനായ ആയിട്ട് കരുതിയിട്ട്, അദ്ദേഹം സമാധ്യവസ്ഥയിൽ ഇരിക്കുന്നതായിട്ട് കരുതിയിട്ട് യഥാപൂർവം മുമ്പെന്ന വിധത്തിൽ അദ്ദേഹത്തെ ഉപചരിച്ചു എന്നർത്ഥം. അപ്പോൾ യാതൊരീ അവസ്ഥയിൽ, യഥാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരീ അവസ്ഥയിൽ പ്രിയതമം ഭർത്താവിനെ ഉപരതം വിരമിച്ചവനെന്ന് അജാനതി അറിയാത്ത അങ്കന ആ സ്ത്രീ സുസ്ഥിരാസനം സ്ഥിരമായിരിക്കുന്ന ആസനത്തിൽ ഇരിക്കുന്നവനായിട്ട് ആസാദ്യ കരുതിയിട്ട് യഥാപൂർവം മുമ്പെന്ന വിധം ഉപാചരത് ഉപചരിച്ചു. ഒന്നും കൂടി പറയാം.
യഥാ യാതൊരീ അവസ്ഥയിൽ പ്രിയതമം ഭർത്താവിനെ ഉപരതം വിരമിച്ചവനെന്ന് അജാനതി അറിയാത്ത അങ്കന സ്ത്രീ സുസ്ഥിരാസനം സ്ഥിരമായ ആസനത്തിൽ ഇരിക്കുന്നവനായിട്ട് ആസാദ്യ കരുതിയിട്ട് യഥാപൂർവം മുമ്പെന്ന വിധം ഉപചരിച്ചു. തൻ്റെ പ്രിയതമൻ മരിച്ചു എന്നറിയാതെ ആ സ്ഥിരാസനത്തിൽ ഇരുന്ന് ധ്യാനിക്കുകയാണെന്ന ധാരണയോടെ ആ വൈദർഭി അദ്ദേഹത്തെ ഉപചരിച്ചു. ഈ ശ്ലോകം കൊണ്ടും ഇനി വരാൻ പോകുന്ന ശ്ലോകങ്ങളെ കൊണ്ടും സിദ്ധിക്കുന്നത് ആ മലയധ്വജന് ജീവൻ മുക്തിയല്ല വിദേഹമുക്തിയാണ് സിദ്ധിച്ചതെന്നാണ്. അതായത് പ്രാണങ്ങൾ ബഹിർഗമിക്കാതെയുള്ള ആ ഭീഷ്മരുടെ അവസ്ഥയാണ് അദ്ദേഹത്തിനുണ്ടായത്. അപ്പോൾ അവൾ ആ ആസനത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന ആ പ്രിയതമനെ മരിച്ചപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയാതെ അടുത്തു ചെന്ന് പഴയപടി അദ്ദേഹത്തെ ഉപചരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ആ ഭർത്താവ് തന്നെ സർവേശ്വരൻ എന്ന് കരുതിയിരിക്കുന്ന ആ വൈദർഭി സുഖാഭിലഷങ്ങളെ മുഴുവനും ഉപേക്ഷിച്ചിട്ട് പരമധർമ്മം അറിഞ്ഞിരിക്കുന്ന സ്വഭർത്താവായിരിക്കുന്ന മലയധ്വജനെ പ്രേമപൂർവ്വം പരിചരിച്ചു. പക്ഷാന്തരത്തിൽ ഇതിനു മുമ്പേ പറഞ്ഞ ശ്ലോകങ്ങളിൽ ഗുരുവിൻ്റെ മുക്തിയെ സൂചിപ്പിച്ചു. ഇത് മുതൽ 22 ശ്ലോകങ്ങളിൽ ശിഷ്യൻ്റെ മുക്തിയെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ വൽക്കലത്തെ വസ്ത്രമായി ധരിച്ചു. വ്രതം നിമിത്തം ശരീരം കൃശമായി തൈല ലേപനാദി ശോധനം ഇല്ലാത്തതിനാൽ തലമുടി ജട പിടിച്ചൊരു കെട്ടായിരിക്കണു. അതുപോലെ ഇപ്രകാരം ആ ശാന്തയായി ഭവിച്ച ആ വൈദർഭി കത്തിശ്രമിച്ചിരിക്കുന്ന അഗ്നിയെ തൻ്റെ ജ്വാല എന്ന പോലെ ഭർത്താവിൻ്റെ സമീപത്തിൽ തപോനിഷ്ഠയിലിരുന്നു. ദേഹത്തെ ഉപേക്ഷിച്ചിരിക്കുന്ന പ്രിയതമൻ എന്ന് വൈദർഭി അറിഞ്ഞില്ല. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ഇപ്പോഴും സ്ഥിരമായിരിക്കുന്ന ആസനത്തിൽ ഇരിക്കുന്നത് ആയിരുന്നു. അതിനാൽ മുമ്പത്തെ പോലെ തന്നെ സമീപത്ത് ചെന്നിരുന്ന് അദ്ദേഹത്തെ ഉപചരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ വ്യാഖ്യാനത്തിൽ പറയുന്നത് സ യഥാ പതിമുപരതമജാനതി ആ ഭർത്താവ് ജീവൻ ഉപേക്ഷിച്ചു എന്ന് അത് അറിയാതെ സ യഥാ അവൾ യഥാ ഇവിടെ ആ പതിം ഭർത്താവ് ഉപരതം അദ്ദേഹം ജീവനെ ഉപേക്ഷിച്ചു എന്നത് അജാനതി അറിയാതെ തഥാ യഥാപൂർവം അദ്ദേഹത്തെ വേണ്ട പോലെ സേവ ചെയ്തു എന്നുള്ളതാണ് ഇവിടുത്തെ വ്യാഖ്യാനം. യഥാ പതിമുപരതം അജാനതി തഥാ യഥാപൂർവം സിഷേവേ. സാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ, ആ പുരഞ്ജനി, യഥാ ഇവിടെ പതിമുപരതം അജാനതി ആ പതി ആ ജീവനെ ഉപേക്ഷിച്ചതറിയാതെ തഥാ അവിടെ യഥാപൂർവം വേണ്ട പോലെ യഥാപൂർവം യഥാവിധിയിൽ സിഷേവെ സേവനം ചെയ്തു, മുമ്പത്തെ പോലെ സേവനം ചെയ്തു എന്നർത്ഥം. സാ യഥാ പതിമുപരതം അജാനതി തഥാ യഥാപൂർവം സിഷേവേ എന്നുള്ളതാണ് അതിൻ്റെ വ്യാഖ്യാനം. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. അടുത്ത ശ്ലോകം 46-ാമത്തെ ശ്ലോകം. യഥാ നോപലഭേദാഘ്രാവൂഷ്മാണം പത്യുരർച്ചതി ആസീത് സംവിഘ്നഹൃദയാ യൂഥഭ്രഷ്ടാ മൃഗീയഥാ. യഥാ നോപലഭേദാഘ്രാവൂഷ്മാണം പത്യുരർച്ചതി ആസീത് സംവിഘ്നഹൃദയാ യൂഥഭ്രഷ്ടാ മൃഗീയഥ. അങ്ങനെ ഉപചാരം ചെയ്തുകൊണ്ടിരിക്കെ ഭർത്താവിൻ്റെ ആ കാലടിയിൽ നിന്നും ചൂട് ലഭിക്കാതെ ആയപ്പോൾ കൂട്ടം പിരിഞ്ഞ ആ മാൻപേടയെപ്പോലെ ആ വ്യാകുലയായിത്തീർന്നു. ആ ഉപചാരം ചെയ്തുകൊണ്ടിരിക്കെ അർച്ചിച്ചുകൊണ്ടിരിക്കെ പത്യുഹു ഭർത്താവിൻ്റെ കാലിൽ നിന്നും ഊഷ്മാണം ചൂട് ലഭത്തെ ലഭിക്കാതായപ്പോൾ കൂട്ടം പിരിഞ്ഞ മാൻപേടയെപ്പോലെ അവൾ വ്യാകുലയായിത്തീർന്നു. അപ്പോൾ യഥാ നോപലഭേദാഘ്രാവൂഷ്മാണം കാലുകളിൽ നിന്നും ആ ഊഷ്മാവിനെ അർച്ചിക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ ആ സേവിക്കുന്ന സമയത്ത് ലഭിക്കാതെ ആയപ്പോൾ ആസീത് സംവിഘ്നഹൃദയ അവൾ വ്യാകുലഹൃദയായി യൂഥഭ്രഷ്ട
ആ മാൻപേടകളെ കൂട്ടം വിട്ട മാൻപേടയെ പോലെ മൃഗീയഥ, അത് വളരെ വ്യാകുലയായി തീർന്നു ആ പുരഞ്ജനി. അർച്ചതി, ഉപചാരം ചെയ്തുകൊണ്ടിരിക്കെ, പത്യുഹു, ഭർത്താവിൻ്റെ, അംഘ്രൗ, കാലടിയിൽ, ഊഷ്മാണം, ചൂട്, യഥാന്ന് ഉപലഭേത, ലഭിക്കാതായപ്പോൾ, യൂഥഭ്രഷ്ട, കൂട്ടം പിരിഞ്ഞ്, മൃഗീ യഥ, മാൻപേട എന്ന പോലെ, സംവിഘ്നഹൃദയ ആസീത്, വ്യാകുലയായിട്ട് തീർന്നു. അർച്ചതി, ഉപചാരം ചെയ്തുകൊണ്ടിരിക്കെ, പത്യുഹു, ഭർത്താവിൻ്റെ, അംഘ്രൗ, കാലടിയിൽ, ഊഷ്മാണം, ചൂട്, യഥാന ഉപലഭേത, ലഭിക്കാതെ ആയപ്പോൾ, യൂഥഭ്രഷ്ട, കൂട്ടം പിരിഞ്ഞ, മൃഗീ യഥ, മാൻപേടയെപ്പോലെ, സംവിഘ്നഹൃദയ ആസീത്, വ്യാകുല ചിത്തയായിട്ട് തീർന്നു. അപ്പോൾ അർച്ചതി പത്യുഹു അംഘ്രൗ ഊഷ്മാണം യഥാ ഉപലഭേത യൂഥഭ്രഷ്ട മൃഗീ യഥാ സംവിഘ്നഹൃദയ ആസീത്. അർച്ചതി പത്യുഹു അംഘ്രൗ ഊഷ്മാണം യഥാന ഉപലഭേത യൂഥഭ്രഷ്ട മൃഗീ യഥാ സംവിഘ്നഹൃദയ ആസീത്. ഉപചാരം ചെയ്തുകൊണ്ടിരിക്കെ ഭർത്താവിൻ്റെ ആ കാലടിയിൽ ചൂട് ലഭിക്കാതെയായപ്പോൾ കൂട്ടം പിരിഞ്ഞ ആ മാൻപേടയെപ്പോലെ അവൾ വ്യാകുലചിത്തയായി തീർന്നു. ഭർത്താവിനെ ശുശ്രൂഷിക്കുമ്പോൾ പാദങ്ങൾ തണുത്തു കണ്ടപ്പോഴാണ് അദ്ദേഹം മരിച്ചിരിക്കുന്നതായിട്ട് അറിഞ്ഞത്. അപ്പോൾ അവൾ കൂട്ടം പിരിഞ്ഞ മാൻപേടയെപ്പോലെ ഒറ്റപ്പെട്ട് വ്യസനിച്ചു. ഭർത്താവിൻ്റെ പാദത്തിൽ അർച്ചന നടത്തിയ അവൾ ആ കാലിൽ ചൂടില്ലെന്നറിഞ്ഞ് കൂട്ടത്തിൽ നിന്നും ഒറ്റപ്പെട്ട മാൻപേടയെപ്പോലെ ഏറ്റവും ദുഃഖിതയായി തീർന്നു. അപ്പോൾ ആ ബന്ധുവായിരുന്ന ഭർത്താവിനോട് ഭർത്താവിൻ്റെ ആ പാദസ്പർശം ചെയ്ത സമയത്ത് അതിൽ ചൂടില്ലാതെ ഇരിക്കുന്നതായി അറിഞ്ഞപ്പോൾ വൈദർഭിയുടെ മനസ്സിൽ സന്താപമുണ്ടായി. ഇണയെ പിരിഞ്ഞ മാൻപേടയെന്ന പോലെ അവൾ പരിഭ്രമിച്ചു. അപ്പോൾ ഇതിൻ്റെ വ്യാഖ്യാനം വന്നിട്ട് തതഃ സാ പത്യുഹു പാദം സേവമാന, അവിടെ അവൾ ആ പതിയുടെ പാദം സേവിച്ചു കൊണ്ടിരിക്കുമ്പോൾ സതീ യഥാ പാദേ ഊഷ്മാണം നാ പശ്യൽ, പഴയ പോലെ ആ പാദത്തിലെ ഊഷ്മാവിനെ, ആ ചൂട് ഇല്ല എന്നറിഞ്ഞപ്പോൾ തതോദ്വിഗ്നഹൃദയ, അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ പോയി എന്നറിഞ്ഞിട്ട് ഉദ്വിഗ്നഹൃദയ, അവൾ വ്യാകുല ചിത്തയായിട്ട് ആസീത് ഭവിച്ചു. തതഃ, അപ്പോൾ സാ ആ പുരഞ്ജനി പത്യുഹു പാദം സേവമാന, പതിയുടെ പാദത്തെ സേവിച്ചു കൊണ്ടിരിക്കുമ്പോൾ സതി യഥാപാദേ, ആ വേണ്ട പോലെ ആ പാദത്തിൽ നിന്നും ഊഷ്മാണം നാപശ്യത, ആ ഊഷ്മാവിനെ കാണാഞ്ഞിട്ട് തദോദ്വിഗ്നഹൃദയ, വളരെ വ്യാകുലമായ ഹൃദയത്തോടുകൂടി ആസീത് ഭവിച്ചു എന്നുള്ളതാണ് അതിലത്തെ വ്യാഖ്യാനം. തതഃ സാ പത്യുഹു പാദം സേവമാനാ സതി യഥാ പാദേ ഊഷ്മാണം നാപശ്യത് തദോദ്വിഗ്നഹൃദയാസീത് എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം ആത്മാനം ശോചതീ ദീനബന്ധും വിക്ലവാശ്രുഭി സ്തനാവാസിച്യ വിപിനേ സുസ്വരം പ്രരുരോധസ. ആത്മാനം ശോചതീ ദീനബന്ധും വിക്ലവാശ്രുഭി സ്തനാവാസിച്യ വിപിനേ സുസ്വരം പ്രരുരോധസ. ബന്ധു ആയി ആരും ഇല്ലാതെ ആ കാട്ടിൽ ദീനയായി കഴിഞ്ഞ ആ തന്നെക്കുറിച്ച് ശോചിച്ചുകൊണ്ട് അവൾ ആ കണ്ണീരാൽ 2 സ്തനങ്ങളും നനച്ച് ഉച്ചത്തിൽ നിലവിളിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ബന്ധുവായിട്ട് ആരുമില്ലാതെ ആത്മാനം ശോചതി വിപിനെ, ആ കാട്ടിൽ ദീനയായി കഴിഞ്ഞ് തന്നെക്കുറിച്ച് ശോചിച്ചുകൊണ്ട്, ആത്മാനം തന്നെക്കുറിച്ച് ശോചിച്ചുകൊണ്ട് ദീനബന്ധു ശോചിച്ചുകൊണ്ട് ദീനമബന്ധും, ദീനയായിട്ട് ആ ബന്ധുവില്ലാതായി തീർന്ന അവൾ സ്തനാവാസിച്ച വിപിനെ, ആ കാട്ടിൽ സുസ്വരം വിക്ലവാശ്രുഭി, അവൾ കണ്ണീരാൽ 2 സ്തനങ്ങളും നനച്ച് ഉച്ചത്തിൽ സുസ്വരം പ്രരുരോധ നിലവിളിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലത്തെ പദങ്ങൾ അബന്ധും, ബന്ധുവായി ആരുമില്ലാതെ, വിപിനെ കാട്ടിൽ, ദീനം
ദീനയായി കഴിഞ്ഞ ആത്മാനം തന്നെക്കുറിച്ച് ശോചതി ശോചിച്ചുകൊണ്ട് സാ അവൾ വിക്ലവാശ്രുഭി കണ്ണീരാൽ സ്തനൗ രണ്ട് സ്തനങ്ങളും ആസിച്ച് നനച്ചുകൊണ്ട് സുസ്വരം ഉച്ചത്തിൽ പ്രരുരോധ നിലവിളിച്ചു. ഒന്നുകൂടി പറയാം. അബന്ധും ബന്ധുവായി ആരുമില്ലാതെ വിപിനെ കാട്ടിൽ ദീനയായിട്ട് കഴിഞ്ഞ ആത്മാനം തന്നെക്കുറിച്ച് ശോചതി ശോചിച്ചുകൊണ്ട് സാ അവൾ അപുരഞ്ജനി വിക്ലവാശ്രുഭി കണ്ണീരാൽ സ്തനൗ രണ്ട് സ്തനങ്ങളും ആസിച്യ നനച്ച് സുസ്വരം ഉച്ചത്തിൽ പ്രരുരോധ നിലവിളിച്ചു. അതിൽ തന്വയം അബന്ധും വിപിനെ ദീനം ആത്മാനം ശോചതി സാ വിക്ലവാശ്രുഭി സ്തനൗ ആസിച്യ സുസ്വരം പ്രരുരോധ. അബന്ധും വിപിനെ ദീനം ആത്മാനം ശോചതി സാ വിക്ലവാശ്രുഭി സ്തനൗ ആസിച്യ സുസ്വരം പ്രരുരോധ. ബന്ധുവായിട്ട് ആരുമില്ലാതെ കാട്ടിൽ ദീനയായി കഴിഞ്ഞ് തന്നെക്കുറിച്ച് ശോചിച്ചുകൊണ്ട് അവൾ ആ കണ്ണീരാൽ രണ്ട് സ്തനങ്ങളും നനച്ച് ഉച്ചത്തിൽ നിലവിളിച്ചു. അപ്പോൾ അങ്ങനെ അപ്പോൾ അവൾ കൂട്ടം തെറ്റിയ മാൻപേടയെപ്പോലെ ഒറ്റപ്പെട്ട് വ്യസനിച്ചു. താൻ ബന്ധുഹീനയാണെന്ന് അറിഞ്ഞിട്ട് ആ കാട്ടിൽ വെച്ച് ഉച്ചത്തിൽ വിലപിച്ചു. തൻ്റെ കണ്ണീർ സ്തനങ്ങളിലേക്ക് ഒഴുകി. അപ്പോൾ ആ ബന്ധുശൂന്യതയും ബന്ധുശൂന്യയും അതിദീനയും തന്നെപ്പറ്റി തന്നെ വ്യസനിക്കുന്നവളുമായിരിക്കുന്ന അവൾ ശോകാശ്രുക്കളാൽ സ്തനങ്ങൾ നനച്ച് ആ വനത്തിൽ ഉറക്കെ നിലവിളിച്ചു. അങ്ങനെ കരഞ്ഞ രീതിയെ കാണിക്കുന്നു. ഹേ രാജർഷേ, അങ്ങ് ഈ വിധം കരഞ്ഞ ബന്ധു ആയിരുന്ന ഭർത്താവിനോട് പിരിഞ്ഞു. കാട്ടിൽ ദുഃഖിച്ചിരിക്കേണ്ടതായി വന്ന ആ സമയത്തിൽ അവൾ ക്ലേശിച്ചുകൊണ്ട് ഉച്ചസ്വരത്തിൽ കരഞ്ഞു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ വ്യാഖ്യാനം തതോ വൈദർഭി, അവിടെ ആ വൈദർഭി ശോചന്തി ശോചിച്ചുകൊണ്ട് സതീ വനേ സുസ്വരം, ആ വനത്തിൽ വളരെ ഉച്ചത്തിൽ രുരോധ ജഗാദച്ച കരഞ്ഞുകൊണ്ട് ഉറക്കെ പറഞ്ഞു എന്നാണ്. തതോ വൈദർഭി ശോചന്തി, അപ്രകാരം ശോചിക്കുന്ന വൈദർഭി ആ പുരഞ്ജനി സതീ വനേ ആ വനത്തിൽ സുസ്വരം രുരോധ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് ജഗാദച്ച പറഞ്ഞു. തതോ വൈദർഭി ശോചന്തി സതീ വനേ സുസ്വരം രുരോധ ജഗാദച്ച. അപ്പം അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ഉത്തിഷ്ഠോത്തിഷ്ഠ രാജർഷേ, അവിടെ പറഞ്ഞു ഉത്തിഷ്ഠോത്തിഷ്ഠ രാജർഷേ ഇമാമുദധി മേഖലാം ദസ്യുഭ്യ ക്ഷത്രബന്ധുഭ്യോ ബിഭ്യതിം പാതുമർഹസി. അല്ലയോ രാജർഷേ ഉത്തിഷ്ഠ ഉത്തിഷ്ഠ ഉത്തിഷ്ഠോത്തിഷ്ഠ രാജർഷേ, അല്ലയോ രാജാവേ എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ. ഇതാ ഇമാമുദധി മേഖലാം ദസ്യുഭ്യ ക്ഷത്രബന്ധുഭ്യോ ബിഭ്യതിം പാതുമർഹസി. ആ തട്ടിപ്പറിക്കാരിൽ നിന്നും അതുപോലെ ആ ദുഷിച്ച സാമന്ത രാജാക്കന്മാരിൽ നിന്നും പേടിച്ചിരിക്കുന്ന ആ സമുദ്രം വരെ വ്യാപിച്ച ഈ രാജ്യത്തെ രക്ഷിപ്പാൻ അങ്ങുന്നാണ് അതിന് അർഹൻ. അല്ലയോ രാജർഷേ, അവിടുന്ന് എഴുന്നേൽക്കൂ. ഉത്തിഷ്ഠ ഉത്തിഷ്ഠ, തട്ടിപ്പറിക്കാരിൽ നിന്നും അതുപോലെ ദുഷിച്ച സാമന്ത രാജാക്കന്മാരിൽ നിന്നും പേടിച്ചിരിക്കുന്ന ഈ സമുദ്രം വരെ വ്യാപിച്ച ഈ രാജ്യത്തെ രക്ഷിപ്പാൻ വേണ്ടി അങ്ങുന്ന് ആണ് അർഹൻ, അങ്ങുന്ന് അർഹിക്കുന്നു. ദസ്സുഭ്യ ക്ഷത്രബന്ധുഭ്യോ ബിഭ്യതീം പാതും അർഹസി. പതിലത്തെ പദങ്ങൾ ഹേ രാജർഷേ, അല്ലയോ രാജർഷേ ഉത്തിഷ്ഠ എഴുന്നേൽക്കൂ, ഉത്തിഷ്ഠ എഴുന്നേൽക്കൂ. ദസ്യുഭ്യ തട്ടിപ്പറിക്കാരിൽ നിന്നും, ക്ഷത്രബന്ധുഭ്യ ച ദുഷിച്ച സാമന്ത രാജാക്കന്മാരിൽ നിന്നും, ബിഭ്യതീം പേടിച്ചിരിക്കുന്ന, ഇമാം ഉദധി മേഖലാം സമുദ്രം വരെ വ്യാപിച്ച ഈ രാജ്യത്തെ പാതും സംരക്ഷിപ്പാൻ അർഹസി അങ്ങുന്ന് അർഹിക്കുന്നു. പദങ്ങളൊന്നും കൂടി. ഹേ രാജർഷേ, അല്ലയോ രാജർഷേ ഉത്തിഷ്ഠ എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ. ദസ്യുഭ്യ തട്ടിപ്പറിക്കാരിൽ നിന്നും, ക്ഷത്രബന്ധുഭ്യ ച ദുഷിച്ച സാമന്ത രാജാക്കന്മാരിൽ നിന്നും, ബിഭ്യതിം പേടിച്ചിരിക്കുന്ന, ഇമാം ഉദധി മേഖലാം സമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ രാജ്യത്തെ പാതും സംരക്ഷിപ്പാൻ അർഹസി അങ്ങുന്ന് അർഹിക്കുന്നു.
തന്വയം ഹേ രാജർഷേ ഉത്തിഷ്ഠ ഉത്തിഷ്ഠ ദസ്യുഭ്യഃ ക്ഷത്രബന്ധുഭ്യഃ ബിഭ്യതീം ഇമാം ഉദതി മേഖലാം പാതും അർഹസി. എന്നുകൂടി പറയാം. ഹേ രാജർഷേ ഉത്തിഷ്ഠ ഉത്തിഷ്ഠ ദസ്യുഭ്യഃ ക്ഷത്രബന്ധുഭ്യഃ ബിഭ്യതീം ഇമാം ഉദതി മേഖലാം പാതും അർഹസി. അല്ലയോ രാജർഷേ, എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ, തട്ടിപ്പറിക്കാരിൽ നിന്നും ദുഷിച്ച സാമന്ത രാജാക്കന്മാരിൽ നിന്നും പേടിച്ചിരിക്കുന്ന ഈ സമുദ്രം വരെ വ്യാപിച്ച രാജ്യത്തെ സംരക്ഷിപ്പാൻ അങ്ങ് അർഹിക്കുന്നു, അർഹതയുള്ളവനാണെന്നർത്ഥം. അപ്പോൾ ഈ കാട്ടിൽ വെച്ച് ഉച്ചത്തിൽ വിലപിച്ച് അല്ലയോ രാജർഷേ, അങ്ങ് എഴുന്നേറ്റാലും അരാജകത്വം ഹേതുവായിട്ട് ഈ വലുതായ സാമ്രാജ്യം ഭയങ്കരമായ ദസ്യുഭയത്തെ നേരിടാൻ പോവുകയാണ്. അതിനെ സംരക്ഷിക്കൂ എന്നവൾ പുലമ്പി. അപ്പോൾ രാജർഷേ, എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ, ചോരപ്രായന്മാരായിരിക്കുന്ന ക്ഷത്രിയന്മാരിൽ നിന്നും ഭയപ്പെടുന്ന ആ സമുദ്രപര്യന്തമുള്ള ഭൂമിയെ പാലിപ്പാൻ അങ്ങ് അർഹനാകുന്നു. കരഞ്ഞ രീതിയെ കാണിക്കുകയാണ്. ഹേ രാജർഷേ, അങ്ങ് ഈ വിധം ഉറങ്ങരുതേ, എഴുന്നേൽക്കണേ. കള്ളന്മാരെയും അധാർമികന്മാരായിരിക്കുന്ന ക്ഷത്രിയന്മാരെയും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമുദ്രപര്യന്തം വരെയുള്ള ഈ ഭൂമിയെ അങ്ങ് തന്നെ സംരക്ഷിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ അതിലത്തെ വ്യാഖ്യാനം, ഹേ രാജർഷേ, അല്ലയോ രാജർഷേ, ഉത്തിഷ്ഠോത്തിഷ്ഠ, എഴുന്നേൽക്കൂ, ദസ്യുഭ്യോ ബിഭ്യതീം, ആ ദുഷ്ടരാജാക്കന്മാരിൽ നിന്നും പേടിച്ചിരിക്കുന്ന മഹീം, ഈ ഭൂമിയായിരിക്കുന്ന അതിനെ പാതുമർഹസി, അങ്ങ് പാലിക്കാൻ അർഹതപ്പെട്ടിരിക്കുന്നു. ഹേ രാജർഷേ, അല്ലയോ രാജർഷേ, ഉത്തിഷ്ഠോത്തിഷ്ഠ, എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ, ദസ്യുഭ്യോ, ആ ദുഷ്ടരാജാക്കന്മാരിൽ നിന്നും ബിഭ്യതീം, പേടിച്ചരണ്ട മഹീം, ഈ ഭൂമിയെ സംരക്ഷിപ്പാൻ പാതുമർഹസി, അങ്ങ് അർഹിക്കുന്നു. അപ്പോൾ ഹേ രാജർഷേ ഉത്തിഷ്ഠോത്തിഷ്ഠ ദസ്യുഭ്യോ ബിഭ്യതീം മഹീം പാതുമർഹസി എന്നുള്ളതാണ് അതിലത്തെ അന്വയം. അടുത്ത ശ്ലോകം നോക്കാം. 49. ഏവം വിലപതി ബാല വിപിനേനുഗതാപതിം പതിതാ പാദയോർഭർത്തു രുദത്യശ്രൂണ്യവർത്തയത്. ഏവം വിലപതി ബാല വിപിനേനുഗതാപതിം പതിതാ പാദയോർഭർത്തു രുദത്യശ്രൂണ്യവർത്തയത്. ഇപ്രകാരം ആ വനത്തിൽ ഭർത്താവിനെ അനുഗമിച്ച ആ സ്ത്രീ ഇങ്ങനെ പുലമ്പിക്കൊണ്ട് ആ ഭർത്താവിൻ്റെ കാലുകളിൽ വീണ് കരഞ്ഞും കൊണ്ട് കണ്ണുനീർ പൊഴിച്ചു. ഏവം വിലപതി, ഇപ്രകാരം വിലപിച്ചു, ബാല, ആ സ്ത്രീ, വിപിനേനുഗതാപതി, പതിയെ അനുഗമിച്ച ആ സ്ത്രീ, പതിത, വീണു, പാദയോർ ഭർത്തു, ഭർത്താവിൻ്റെ പാദത്തിൽ വീണിട്ട്, രുദത്യശ്രൂണ്യവർത്തയൽ, കണ്ണുകളിലൂടെ കണ്ണുനീരും ഒഴുക്കിക്കൊണ്ട് അവിടെ അങ്ങനെ ഇരുന്നു. വിപിനെ, വനത്തിൽ, പതിം, ഭർത്താവിനെ, അനുഗത, അനുഗമിച്ച, ബാല, ആ സ്ത്രീ, ഏവം, ഇങ്ങനെ, വിലപതി, പുലമ്പിക്കൊണ്ട്, ഭർത്തുഹു, ഭർത്താവിൻ്റെ, പാദയോഹോ, ആ കാലുകളിൽ, പതിത, വീണിട്ട്, രുദതി, കരഞ്ഞും കൊണ്ട്, അശ്രൂണി, കണ്ണുനീർ, അവർത്തയത്, പൊഴിച്ചു. എന്നും കൂടി പറയാം. വിപിനെ, വനത്തിൽ, പതിം, ഭർത്താവിനെ, അനുഗത, അനുഗമിച്ച, ബാല, ആ സ്ത്രീ, ഏവം, ഇപ്രകാരം, വിലപതി, പുലമ്പിക്കൊണ്ട്, ഭർത്തുഹു, ആ ഭർത്താവിൻ്റെ, പാദയോഹോ, കാലുകളിൽ, പതിത, വീണ്, രുദതി, കരഞ്ഞും കൊണ്ട്, അശ്രൂണി, കണ്ണുനീർ, ആവർത്തയത്, പൊഴിച്ചു. അപ്പോൾ വിപിനെ പതിം അനുഗത ബാല ഏവം വിലപതി ഭർത്തുഹു പാദയോഹോ പതിത രുദതി അശ്രൂണി അവർത്തയത്. അതാണ് അതിൻ്റെ അന്വയം. വിപിനെ പതിം അനുഗത ബാല ഏവം വിലപതി ഭർത്തുഹു പാദയോഹോ പതിത രുദതി അശ്രൂണി അവർത്തയത്. വനത്തിൽ ഭർത്താവിനെ അനുഗമിച്ച ആ സ്ത്രീ ഇങ്ങനെ പുലമ്പിക്കൊണ്ട് ആ ഭർത്താവിൻ്റെ കാലുകളിൽ പതിച്ച് വീണ് കരഞ്ഞും കൊണ്ട് ആ കണ്ണുനീർ പൊഴിച്ചു. അങ്ങനെ ആ വനവാസത്തിന് ആ ഭർത്താവിനെ അനുഗമിച്ച അവൾ ഇപ്രകാരം നിലവിളിച്ചുകൊണ്ട് ആ ഭർത്തൃപാദങ്ങളിൽ വീണുരുണ്ട് നിലവിളിച്ചു. അവിടം ആകെ കണ്ണുനീരിൽ കുതിർന്നു.
ഉദാനവായു ഇന്ദ്രിയങ്ങളോടുകൂടി ശരീരത്തിൽ നിന്നും ബഹിർഗമിക്കലാണ് ആ മരണാനന്തരം ദേഹം തണുക്കുന്നത്. തേജോഹ വാ ഉദാനഃ തസ്മാദുപശാന്തത് തേജ പുനർഭവം ഇന്ദ്രിയേർമനസി സമ്പാദ്യമാനൈ അസ്യൈവ ചോപപത്തേരേഷ ഊഷ്മ എന്ന ആ വേദാന്ത സൂത്രത്തിൻ്റെ ഭാഷ്യത്തിൽ ദേഹത്തിൻ്റെ ചൂട് ആ സൂക്ഷ്മ ശരീരത്തിൻ്റേതെന്നും ദേഹത്തിൻ്റെ ചൂട് ആ സൂക്ഷ്മ ശരീരത്തിൻ്റേതാണ്. മരിച്ചാൽ ശരീരം തണുക്കുമെന്നും ആചാര്യഭാഷ്യം. അസ്യൈവ സൂക്ഷ്മസ്യ ശരീരസ്യൈഷ ഊഷ്മാം ശരീരവ്യതിരിക്തവ്യപാശ്രയ ഏവൈഷ ഊഷ്മേതി തഥാച ശ്രുതി ഉഷ്ണ ഏവ ജീവശ്യൻശീതോ മരിഷ്യൻ ഇതി ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഭർത്താവിനെ ശുശ്രൂഷിക്കുമ്പോൾ പാദങ്ങൾ തണുത്തത് കണ്ടപ്പോഴാണ് അദ്ദേഹം മരിച്ചതെന്നറിഞ്ഞത്. അപ്പോൾ അവൾ കൂട്ടം പിരിഞ്ഞ് ആ മാൻപേടയെ പോലെ ഒറ്റപ്പെട്ട് വ്യസനിച്ചു. താൻ ബന്ധുഹീനയാണെന്നറിഞ്ഞ് ആ കാട്ടിൽ വെച്ച് ഉച്ചത്തിൽ വിലപിച്ചു. തൻ്റെ കണ്ണീർ സ്തനങ്ങളിൽ ഒഴുക്കി. അല്ലയോ രാജർഷേ, അങ്ങ് എഴുന്നേറ്റാലും അരാജകത്വം ഹേതുവായിട്ട് ഈ വലുതായ സാമ്രാജ്യം ഭയങ്കരമായ ദസ്യുഭയത്തെ നേരിടാൻ പോവുകയാണ്. അതിനെ സംരക്ഷിക്കൂ എന്നവൾ പുലമ്പി. ആ വനവാസത്തിന് ആ ഭർത്താവിനെ അനുഗമിച്ച അവൾ ഇപ്രകാരം നിലവിളിച്ചുകൊണ്ട് ഭർത്തൃപാദങ്ങളിൽ വീണുരുണ്ട് നിലവിളിച്ചു. അവിടമാകെ കണ്ണീരിൽ കുതിർന്നു. അപ്പോൾ രാജർഷയെ എഴുന്നേൽക്കൂ, ചോരപ്രായത്താൽ ആ ക്ഷത്രിയരിൽ നിന്നും ഭയപ്പെടുന്ന സമുദ്രപര്യന്തമായിട്ടുള്ള ഭൂമിയെ പാലിക്കാൻ അങ്ങ് അർഹനാകുന്നു. വനത്തിൽ പതിയെ അനുഗമിച്ച ആ ബാല ആ ഭർത്താവിൻ്റെ പാദങ്ങളിൽ വീണ് ഇങ്ങനെ കരഞ്ഞും കൊണ്ടും നിലവിളിച്ചുകൊണ്ടും കണ്ണീരൊഴുക്കി. അങ്ങനെ ആ കാട്ടിൽ ഭർത്താവിനെ അനുഗമിച്ചിരിക്കുന്ന ആ ഭാര്യ ആ ഭർത്തൃമരണത്തിൽ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വീണ് കണ്ണീർ വാർത്തു കരഞ്ഞു. ഗുരുവിൻ്റെ ദേഹത്യാഗത്തെക്കുറിച്ച് പറഞ്ഞു. ശിഷ്യ പരിതപിച്ചുവെന്ന് പക്ഷാന്തരത്തിൽ യോജിക്കുന്നു. അങ്ങനെ വിറകു കൂട്ടി ചിതയെ നിർമ്മിച്ചു. ഭർത്താവിൻ്റെ ശരീരത്തെ അതിൽ വെച്ചു അഗ്നിപ്രക്ഷേപം ചെയ്തു. ഉജ്ജ്വലിപ്പിച്ച് അതോടുകൂടി മരിക്കാൻ ഒരുങ്ങി. അപ്പോൾ ഇവിടെ അടുത്ത വ്യാഖ്യാനം ഇതിൽ പറഞ്ഞത് ഏവം വിലപത്യാശ്രൂണി വിമൃജ്യ, ഇപ്രകാരം വിലപിച്ചുകൊണ്ട് കണ്ണുകളിലൂടെ അശ്രുക്കൾ വിമൃജ്യ ഒഴുക്കി. ഇപ്രകാരം വിലപിച്ചുകൊണ്ട് കണ്ണുകളിൽ അശ്രുക്കളെ ഒഴുക്കി എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഏവം വിലപ്യാശ്രൂണി വിമൃജ്യ, ഏവം വിലപ്യാശ്രൂണി വിമൃജ്യ എന്നുള്ളതേ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ശ്ലോകം ചിതിം ദാരുമയീം ചിത്വാ തസ്യാം പത്യുക്കളേബരം ആദീപ്യ ചാനുമരണേ വിലപന്തി മനോദധേ. ചിതിം ദാരുമയീം ചിത്വാ തസ്യാം പത്യുക്കളേബരം ആദീപ്യ ചാനുമരണേ വിലപന്തി മനോദധേ. അങ്ങനെ നിലവിളിച്ചും കൊണ്ട് ആ വിറകുകൊണ്ട് ആ ചിതയൊരുക്കിയിട്ട്, ദാരുമയും ചിതിം വിറകുകൊണ്ട് ചിതയൊരുക്കിയിട്ട് തസ്യാം അതിനെ ആ ഭർത്താവിൻ്റെ ശവശരീരത്തെ ദഹിപ്പിച്ചിട്ട് അനുമരണേ അതിൽ ചാടി മരിക്കാൻ വേണ്ടിയിട്ട് മനഃ ദധേ തീരുമാനിച്ചു. വിലപന്തി നിലവിളിച്ചുകൊണ്ട്, ദാരുമയും വിറകുകൊണ്ട്, ചിതിം ചിത്വാ ചിതയൊരുക്കിയിട്ട്, തസ്യാം അതിൽ ആ പത്യുഹു ഭർത്താവിൻ്റെ കളയബരം ശവശരീരത്തെ ആദീപ്യച ദഹിപ്പിച്ച് അനുമരണേ അതിൽ ചാടി മരിക്കാൻ മനഃ ദധേ തീരുമാനിച്ചു. എന്നുകൂടി പറയാം. വിലപന്തി നിലവിളിച്ചും കൊണ്ട്, ദാരുമയും വിറകുകൊണ്ട്, ചിതിം ചിത്വാ ചിതയൊരുക്കിയിട്ട്, തസ്യാം അതിൽ പത്യുഹു ആ ഭർത്താവിൻ്റെ കളയബരം ശവശരീരത്തെ ആദീപ്യച ദഹിപ്പിച്ച് അനുമരണേ അതിൽ ചാടി മരിക്കാൻ മനഃ ദധേ തീരുമാനിച്ചു. അപ്പോൾ വിലപന്തി ദാരുമയും ചിതിം ചിത്വാ തസ്യാം പത്യുഹു കളേബരം ആദീപ്യച അനുമരണേ മനഃ ദധേ. വിലപന്തി ദാരുമയും ചിതിം ചിത്വാ തസ്യാം പത്യു കളേബരം ആദീപ്യച അനുമരണേ മനഃ ദധേ. നിലവിളിച്ചുകൊണ്ട് ആ വിറകുകൊണ്ട് ചിതയൊരുക്കി അതിൽ ആ ഭർത്താവിൻ്റെ ആ ശവശരീരത്തെ ദഹിപ്പിച്ച് അതിൽ ചാടി മരിക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു. അവൾ വിറക് സംഭരിച്ച് ചിതകൂട്ടി നിലവിളിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ മൃതശരീരം അതിൽ ദഹിപ്പിച്ച് ആ ചിതയിൽ ചാടി സതി അനുഷ്ഠിപ്പാൻ തീരുമാനിച്ചു. അപ്പോൾ
വിറകുകൊണ്ട് ചിതയുണ്ടാക്കി അതിൽ ഭർത്താവിൻ്റെ ആ ദേഹം വെച്ച് തീ കൊളുത്തി കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അനുഗമിക്കുവാൻ തീരുമാനിച്ചു. ഗുരുവിൻ്റെ ആ ശരീരത്തെ സംസ്കരിച്ച ശേഷം ആ ശിഷ്യനും മരിപ്പാനൊരുങ്ങിയെന്ന് പക്ഷാന്തര അഭിപ്രായം. ഹേ പ്രഭോ, അവിടെ പണ്ടേ തന്നെ ആത്മജ്ഞാനിയും ബ്രാഹ്മണനുമായിരിക്കുന്ന ഒരു സഖാവുണ്ടായിരുന്നു. കരയുന്ന അവളെ ആ മൃദുവചനം കൊണ്ട് ആശ്വസിപ്പിക്കുവാൻ അദ്ദേഹം ഭാവിച്ചു. ഇതിൽ പറഞ്ഞ ആ കാട്ടിൽ ഭർത്താവിനെ അനുഗമിക്കുന്ന ഭാര്യ ഭർത്തൃമരണത്തിൽ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വീണ് കണ്ണീർ വാർത്ത് കരഞ്ഞ് ഗുരുവിൻ്റെ ദേഹത്യാഗത്തെക്കുറിച്ച് ശിഷ്യൻ പരിതപിച്ചുവെന്ന് ആ പക്ഷാന്തരത്തിൽ യോജിക്കുന്നു. അങ്ങനെ വിറകു കൂട്ടി ചിതയെ നിർമ്മിച്ച് ആ ഭർത്താവിൻ്റെ ശരീരത്തെ അതിൽ വെച്ചു അഗ്നിപ്രക്ഷേപം ചെയ്തു, ഉജ്ജ്വലിപ്പിച്ച് അതോടുകൂടി തന്നെ മരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ആയിട്ട് പറയുന്നത്. അപ്പോൾ അതിലത്തെ വ്യാഖ്യാനം തഥാ ദാരുമയും ചിതിം രചയിത്വ, ആ വിറകുകൊണ്ട് ആ ചിതയൊരുക്കിയിട്ട്, ദാരുമയും ചിതിം രചയിത്വ, വിറകുകൊണ്ട് ആ ചിതി ഒരുക്കിയിട്ട്, ചിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചിത ഒരുക്കിയിട്ട്, തസ്യോപരി അതിന് മേൽ പതിദേഹം, പതിയുടെ ദേഹം നിധായ അഗ്നി, ആ അഗ്നിയിൽ ആ പതിയുടെ ദേഹത്തെ അങ്ങനെ വെച്ചിട്ട് പ്രദീപ്യമാനഹ കത്തിച്ച് ദേഹത്തെ ദഹിപ്പിച്ച് പ്രവേഷ്ടും അതിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് മനോദധേ മനസ്സിൽ പുറപ്പെട്ടു. ദാരുമയും ചിതിം രചയിത്വ, ആ വിറകുകൊണ്ട് ആ ചിതി ഇല്ലെങ്കിൽ ആ ചിത ഒരുക്കിയിട്ട്, തസ്യോപരി അതിനുമേൽ പതിദേഹം നിധായാഗ്നിം, പതിയുടെ ദേഹത്തെ അതിൽ വെച്ച് പ്രദീപ്യാന്ത ദഹിപ്പിച്ചതിന് ശേഷം പ്രവേശം അതിൽ പ്രവേശിക്കാൻ മനസ്സുകൊണ്ട് ദധേ മുതിർന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ തന്നെ വ്യാഖ്യാനം വന്നിട്ട് ദാരുമയും ചിതിം രചയിത്വ തസ്യോപരി പതിദേഹം നിധായ, തസ്യോപരി പതിദേഹം നിധായാഗ്നിം പ്രദീപ്യാന്ത പ്രവേഷ്ടും മനോദധേ എന്നുള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. തത്ര പൂർവതരഃ കശ്ചിൽ സഖാ ബ്രാഹ്മണ ആത്മവാൻ സാന്ത്വയൻ വദ്ഗുനാ സാംനാ താമാഹ രുദതി പ്രഭോ. തത്ര പൂർവതരഃ കശ്ചിൽ സഖാ ബ്രാഹ്മണ ആത്മവാൻ സാന്ത്വയൻ വദ്ഗുനാ നാംനാ താമാഹ രുദതീം പ്രഭോ. അപ്പോൾ അല്ലയോ പ്രഭോ, രാജാവേ, രാജാവേ എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്. എത്രയോ കാലമായിട്ട് സുഹൃത്തും ആത്മജ്ഞാനിയും ആയിരിക്കുന്ന ഒരു ബ്രാഹ്മണൻ അവിടെ വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവളെ നല്ല സാന്ത്വന വാക്കുകളാൽ ആശ്വസിപ്പിക്കുമാറ് ഇങ്ങനെ പറഞ്ഞു. തത്ര പൂർവതരഃ കശ്ചിൽ, അവിടെ പണ്ട് തന്നെ മുമ്പുണ്ടായിരുന്ന ആ സഖാവ്, കശ്ചിൽ സഖാ ബ്രാഹ്മണ, ആ ബ്രാഹ്മണനായിരിക്കുന്ന അവൻ ആത്മവാൻ ആത്മജ്ഞാനിയായിരിക്കുന്ന ഒരാൾ വന്ന് സാന്ത്വനിപ്പിച്ചു. വദ്ഗുന, നല്ല സാംന, നല്ല സാന്ത്വന വാക്കുകളെ കൊണ്ട് സാന്ത്വനിപ്പിച്ച് താമാഹ രുദതിം പ്രഭ, കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പുരഞ്ജനിയോട് പറഞ്ഞു എന്നർത്ഥം. അപ്പോൾ തത്ര പൂർവതരഃ കശ്ചിൽ സഖാ ബ്രാഹ്മണ ആത്മവാൻ സാന്ത്വേൻ വൽഗുന സാംനാ താമാഹ രുദതിം പ്രഭോ. ഹേ പ്രഭോ, അല്ലയോ രാജാവേ, പൂർവതരഃ എത്രയോ കാലമായി, സഖാ സുഹൃത്തും, ആത്മവാൻ ആത്മജ്ഞാനിയുമായ കശ്ചിൽ ഒരു കശ്ചിൽ ബ്രാഹ്മണ ഒരു ബ്രാഹ്മണൻ, തത്ര അവിടെ വന്ന് രുദതിം കരഞ്ഞുകൊണ്ടിരിക്കുന്ന താം അവളെ, വദ്ഗുന നല്ല സാംന സാന്ത്വനവാക്യത്താൽ സാന്ത്വയൻ ആശ്വസിപ്പിക്കുമാറ് ആഹാ ഇങ്ങനെ പറഞ്ഞു. ഹേ പ്രഭോ, അല്ലയോ രാജാവേ, പൂർവതരഃ എത്രയോ കാലമായിട്ട് സഖാ സുഹൃത്തും ആത്മവാൻ ആത്മജ്ഞാനിയുമായിരിക്കുന്ന കശ്ചിൽ ഒരു ബ്രാഹ്മണൻ തത്ര അവിടെ വന്ന് രുദതീം കരഞ്ഞുകൊണ്ടിരിക്കുന്ന താം അവളെ, വദ്ഗുന നല്ല
സാംന സാന്ത്വനവാക്യത്താൽ സാന്ത്വയൻ ആശ്വസിപ്പിക്കുമാറ് ആഹ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഹേ പ്രഭോ പൂർവതരഃ സഖാ ആത്മവാൻ കശ്ചിൽ ബ്രാഹ്മണഃ തത്ര രുദതീം താം വദ്ഗുണാ സാംനാ സാന്ത്വയൻ ആഹ. എന്നുകൂടി പറയാം. ഹേ പ്രഭോ പൂർവതരഃ സഖാ ആത്മവാൻ കശ്ചിൽ ബ്രാഹ്മണഃ തത്ര രുദതീ താം വദ്ഗുണാ സാംനാ സാന്ത്വയൻ ആഹ. അല്ലയോ രാജാവേ, എത്രയോ കാലമായിട്ട് സുഹൃത്തും ആത്മജ്ഞാനിയുമായിട്ടുള്ള ആ ഒരു ബ്രാഹ്മണൻ, സുഹൃത്തും ആത്മജ്ഞാനിയുമായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ അവിടെ വന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവളെ നല്ല സാന്ത്വനവാക്യത്താൽ ആശ്വസിപ്പിക്കുമാറ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അല്ലയോ പ്രഭുവായിരിക്കുന്ന പ്രാചീന ബർഹിസെ, അപ്പോഴേക്കും എത്രയോ പഴയ മിത്രവും ആത്മജ്ഞാനിയുമായിരിക്കുന്ന ഒരു ബ്രാഹ്മണൻ അവിടെ വന്ന് അവളെ സാന്ത്വനപ്പെടുത്തുമാറ് ഇപ്രകാരം പറഞ്ഞു. തസ്യ അവിജ്ഞാതനാമാസീത് സഖാ വിജ്ഞാതചേഷ്ടിത. ആ മുമ്പ് പറഞ്ഞ ആ പേരില്ലാത്ത ആ സഖാവ് അവിടെ വന്നിട്ട് ആ രഞ്ജനിയെ സാന്ത്വനിപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ വിറകുകൊണ്ട് ആ ചിതയുണ്ടാക്കിയതിൽ ഭർത്താവിൻ്റെ ദേഹം വെച്ച് തീ കൊളുത്തി കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അനുഗമിക്കാൻ തീരുമാനിച്ചു. പ്രഭോ, പഴയ ആ ധീരനായിരിക്കുന്ന സുഹൃത്ത് ബ്രാഹ്മണ വേഷത്തിൽ അവിടെ എത്തി പ്രാചീന ബർഹിസിനോട് പറയാണ്, പ്രഭോ, പഴയ ധീരനായിരിക്കുന്ന സുഹൃത്ത് ബ്രാഹ്മണ വേഷത്തിൽ അവിടെ എത്തി കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവളെ മധുരവാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിച്ച് പറഞ്ഞു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ആ ഗുരുവിൻ്റെ ശരീരത്തെ സംസ്കരിച്ച ശേഷം ശിഷ്യനും മരിപ്പാനൊരുങ്ങിയെന്ന് പക്ഷാന്തരാഭിപ്രായം. ഹേ പ്രഭോ, അവിടെ ആ പണ്ടേ തന്നെ ആത്മജ്ഞാനിയും ബ്രാഹ്മണനുമായിരിക്കുന്നൊരു സഖാവുണ്ടായിരുന്നു. ആ കരയുന്ന അവളെ മൃദുവചനം കൊണ്ട് ആശ്വസിപ്പിക്കുവാൻ ഭാവിച്ച അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് തഥാ, അപ്പോൾ പൂർവതരഹ മുൻപ് ഉണ്ടായിരുന്ന കശ്ചിൽ ഒരു സഖാവായിരിക്കുന്ന ബ്രാഹ്മണരൂപേണ തത്രാഗത്യ, ആ സഖാവ് ബ്രാഹ്മണ രൂപത്തിൽ അവിടെ വന്ന് താം ബോധയാമാസ, അവളെ ബോധിപ്പിച്ചു. തഥാ പൂർവതരഹ, അപ്പോൾ ആ പണ്ടുണ്ടായിരുന്ന കശ്ചിൽ ഒരു സഖാവ് ബ്രാഹ്മണരൂപേണ അവിടെ വന്ന് തത്രാഗത്യ താം ബോധയാമാസ. തഥാ പൂർവതരഹ കശ്ചിൽ സഖാ ബ്രാഹ്മണരൂപേണ തത്രാഗത്യ താം ബോധയാമാസ. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ അവൾ ആ വിറക് സംഭരിച്ച് ചിത കൂട്ടി നിലവിളിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ മൃതശരീരം അതിൽ ദഹിപ്പിച്ച് ആ ചിതയിൽ ചാടി സതി അനുഷ്ഠിപ്പാൻ തീരുമാനിച്ചു. അല്ലയോ പ്രഭുവായിരിക്കുന്ന പ്രാചീന ബർഹിസെ, അപ്പോഴേക്കും എത്രയോ പഴയ മിത്രവും ആത്മജ്ഞാനിയുമായിരിക്കുന്ന ഒരു ബ്രാഹ്മണൻ അവിടെ വന്ന് അവളെ സാന്ത്വനപ്പെടുത്തുമാറി ഇപ്രകാരം പറഞ്ഞു. തസ്യ അവിജ്ഞാതനാമാസിൽ സഖാ വിജ്ഞാതചേഷ്ടിത എന്ന് ആദ്യം പറഞ്ഞ ആ സഖാവാണിപ്പോൾ വന്നെത്തിയത്. അത് ഈശ്വരൻ തന്നെ. അത് ഈശ്വരൻ തന്നെ ആണ്. ആ പുരഞ്ജനന് ഈ സന്ദർഭത്തിൽ ആ ഈശ്വരാനുഗ്രഹം ഉണ്ടായെന്നർത്ഥം. സതി അനുഷ്ഠാനം സ്വർഗപ്രാപ്തിക്ക് മാത്രമേ ഉപകരിക്കൂ. അത് മോക്ഷത്തിന് വിഘ്നം വരുത്തും. സ്വർഗത്തെ കാമിച്ചുകൊണ്ട് ഈശ്വരൻ തന്ന ആയുഷ്കാലത്തെ നശിപ്പിക്കരുത് എന്ന് ആ ശ്രുതി പറയുന്നുണ്ട്. അതിനാൽ സതി അനുഷ്ഠാനം ശേനാദികളെപ്പോലെ അനർത്ഥകരമാണെന്ന് വിജ്ഞാനേശ്വരൻ സ്ഥാപിക്കുന്നു. തസ്മാദുഹന പരായുഷഃ സ്വകാമീ പ്രേയാത് ഇതി ശ്രുതിവിരോധോ അനുഗമനമയുക്തമിതി. വൈദർഭി സതി അനുഷ്ഠിച്ചെങ്കിൽ അവൾക്ക് മോക്ഷം നിഷേധിക്കപ്പെടുമായിരുന്നു. അതിനാൽ ആ ഘട്ടത്തിൽ ഈശ്വരൻ സഹായത്തിനായിട്ട് അവിടെ എത്തുകയാണ്. വൈദർഭി സതി അനുഷ്ഠിച്ചെങ്കിൽ അവൾക്ക് മോക്ഷം നിഷേധിക്കപ്പെടുമായിരുന്നു. അതിനാൽ ആ ഘട്ടത്തിൽ അവിടെ ഈശ്വരൻ എത്തുകയാണ്. എന്നിട്ട് ആ ബ്രാഹ്മണൻ പറയുകയാണ്. ബ്രാഹ്മണ വാച കാത്വം കസ്യാസി കോ വായം ശയാനോ യസ്യ ശോചസി ജാനാസി കിം സഖായം മാം യേനാഗ്രേ വിചചർത്ഥഃ. കാത്വം കസ്യാസി കോ വായം ശയാനോ യസ്യ ശോചസി
ജാനാസി കിം സഖായം മാം യേനാഗ്രേ വിചചർത്ഥഃ. നീ ആരാണ്? ത്വം നീ ആരാണ്? കസ്യ അസി ആരുടെ പുത്രിയാണ്? യസ്യ ആരെപ്പറ്റി ശോചസി യസ്യ ശോചസി ആരെപ്പറ്റി നീ ഖേദിക്കുന്നു? ശയാനഹ കിടക്കുന്ന അയം ഇയാൾ കിടക്കുന്ന ഇയാൾ കോവ ആരാണാവോ ഈ കിടക്കുന്നത് ആരാണാവോ? അഗ്രേ ആദ്യകാലത്ത് ആദ്യകാലത്ത് ആരുടെ കൂടെ നീ ചർച്ച ചെയ്തിരുന്നുവോ? സഖാവായിരിക്കുന്ന എന്നെ നിനക്ക് മനസ്സിലാകുന്നില്ലേ? ആശ്ചര്യം ആയിരിക്കുന്നു എന്ന് പറയുകയാണ്. കാത്വം കസ്യാസി കോവായം ശയാനോ യസ്യ ശോചസി ജാനാസി കിം എന്നെ അറിയില്ലേ? ജാനാസി കിം സഖായം ഈ സഖാവിനെ അറിയില്ലേ? മാം യേനാഗ്രേ മുമ്പ് നിൻ്റെ കൂടെ വിചചർത്ഥ നിൻ്റെ കൂടെ ചർച്ച ചെയ്തിരുന്ന ഈ സഖാവിനെ നീ അറിയില്ലേ? ആശ്ചര്യം തന്നെയാകുന്നു. അപ്പോൾ ത്വം കാ നീ ആര്? കസ്യ അസി ആരുടെ പുത്രിയാണ്? യസ്യ ആരെപ്പറ്റി ശോചസി ഖേദിക്കുന്നു? ശയാനഹ കിടക്കുന്ന അയം ഇയാൾ കോ വാ ആരാണാവോ? അഗ്രേ ആദ്യകാലത്ത് യേന ആരുടെ കൂടെ വിചചർത്ഥ നീ ചർച്ച ചെയ്തിരുന്നുവോ? സഖായം സഖാവായ മാം എന്നെ ജാനാസി കിം മനസ്സിലാകുന്നില്ലേ? ആശ്ചര്യം. ഒന്നും കൂടി പറയാം. ത്വം കാ നീ ആര്? കസ്യ അസി ആരുടെ പുത്രിയാണ്? യസ്യ ആരെപ്പറ്റി ശോചസി ഖേദിക്കുന്നു? ശയാനഹ കിടക്കുന്ന അയം ഇയാൾ കോ വാ ആരാണാവോ? അഗ്രേ ആദ്യകാലത്ത് യേന ആരുടെ കൂടെ വിചചർത്ഥ നീ ചർച്ച ചെയ്തിരുന്നുവോ? സഖായം സഖാവായിരിക്കുന്ന മാം എന്നെ ജാനാസിക്കും മനസ്സിലാകുന്നില്ലേ? ആശ്ചര്യം. അപ്പോൾ അതിലത്തെ അന്വയം ത്വം കാ കസ്യ അസി യസ്യ ശോചസി ശയാനഹ അയം കോ വാ അഗ്രേ യേന വിചചർത്ഥ സഖായം മാം ജാനാസിക്കും ഒന്നുകൂടി പറയാം. ത്വം കാ കസ്യ അസി യസ്യ ശോചസി ശയാനഹ അയം കോ വാ അഗ്രേ യേന വിചചർത്ഥ സഖായം മാം ജാനാസിക്കും. അപ്പോൾ നീ ആരാണ്? ആരുടെ പുത്രിയാണ്? ആരെപ്പറ്റി ഖേദിക്കുന്നു? കിടക്കുന്ന ഇയാൾ ആരാണാവോ? ആദ്യകാലത്ത് നിൻ്റെ കൂടെ ആരുടെ കൂടെ നീ ചർച്ച ചെയ്തിരുന്നുവോ? ആ സഖാവായിരിക്കുന്ന എന്നെക്കുറിച്ച് നിനക്ക് മനസ്സിലാകുന്നില്ലേ? വളരെ ആശ്ചര്യം ആയിരിക്കുന്നു. ബ്രാഹ്മണൻ ചോദിക്കുകയാണ്, ഭവതി ആരാകുന്നു? ആരുടെ പുത്രിയാണ്? ഈ കിടക്കുന്ന ആളെക്കുറിച്ച് ഭവതി ദുഃഖിക്കുന്നുവല്ലോ. അയാൾ ആരാണ്? പണ്ട് ഒപ്പം കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്ന സ്നേഹിതനായിരിക്കുന്ന എന്നെ ഭവതി ഓർക്കുന്നുണ്ടോ? അതാണ് ആ ബ്രാഹ്മണൻ ചോദിക്കുന്നത്. അപ്പോൾ നീ ആരാണ്? ആരുടെ പുത്രിയാണ്? ആരെ പറ്റിയാണ് ഓർത്തിട്ടാണ് നീ ദുഃഖിക്കുന്നത്? അദ്ദേഹം ആരാണ്? മുൻപ് നീ ഒരുമിച്ച് സഞ്ചരിച്ച സഖാവായിരിക്കുന്ന എന്നെ അറിയുമോ? അപ്പോൾ ആദ്യന്തരഹിതനും സ്വതന്ത്രനും ജ്ഞാനസ്വരൂപനും അന്തര്യാമിയും ആയിരിക്കുന്ന പരമാത്മാവ് ശിഷ്യൻ്റെ ഹൃദയത്തിൽ ആ ജ്ഞാനസ്വരൂപേണ അപരോക്ഷമായിട്ട് വിളങ്ങിയെന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ബ്രാഹ്മണൻ ആശ്വസിപ്പിച്ച രീതിയെ ഇത് മുതൽ ആ 12 ശ്ലോകങ്ങൾ കൊണ്ട് വിവരിക്കുന്നു. നീ ആരാകുന്നു? നിൻ്റെ ജനകൻ ആർ? നീ ആരെക്കുറിച്ച് അറിയുന്നുവോ? ഇവിടെ അവൻ നിൻ്റെ ആരാകുന്നു? ആദ്യകാലത്തിൽ നീ ഏതൊരുവനോടുകൂടെ സഞ്ചരിച്ചിരുന്നുവോ? നിൻ്റെ സഖാവായിരിക്കുന്ന ആ എന്നെ നീ അറിയുന്നുവോ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് ബ്രാഹ്മണ ഉവാച ബ്രാഹ്മണൻ പറയുന്നു, ത്വം ക നീ ആരാണ്? അയം തവ കോ ഈ കിടക്കുന്ന ആള് അവിടുത്തെ ആരാണ്? യം ശോചസി ആരെക്കുറിച്ച് ശോചിക്കുന്നു? മാം സഖായം സഖാവായിരിക്കുന്ന എന്നെ ജാനാസിക്കും നീ അറിയുന്നില്ലേ? ത്വം കാ നീ ആരാണ്? അയം തവ കോ ഈ കിടക്കുന്ന ആള് അവിടുത്തെ ആരാണ്? യം ശോചസി ആരെക്കുറിച്ച് നീ ശോചിക്കുന്നു? മാം സഖായം സഖാവായിരിക്കുന്ന എന്നെ ജാനാസിക്കും നീ അറിയുന്നില്ലേ? അപ്പോൾ ത്വം കാ ബ്രാഹ്മണ ഉവാച ത്വം കാ അയം തവ കോ യം ശോചസി മാം സഖായം ജാനാസിക്കും. ഒന്നും കൂടെ പറയാം. ബ്രാഹ്മണ ഉവാച ത്വം കാ അയം തവ കോ യം ശോചസി
മാം സഖായം ജാനാസി കിം എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഹരേ കൃഷ്ണ.